ഹായ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എൻലെസ് ജേണി ബൈ ദീപുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. രാവിലെ ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, അപ്പോൾ അമ്പലത്തിൽ പോകണമല്ലോ. അപ്പോൾ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഇതൊക്കെ കഥയൊക്കെ തുറന്ന് വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴാണ് നല്ല മഴ. ഇനിയിപ്പോൾ കോട്ടും ഒക്കെ ഇട്ട് വളരെ സെക്യൂർഡായിട്ട് വേണം പോകാൻ. എന്നാണ് കണ്ടില്ലേ, മഴ അങ്ങനെ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ തറയൊക്കെ നനഞ്ഞ് ഇപ്പോഴും തോന്നിട്ടില്ല, നല്ല മഴ. ഇപ്പം ഏകദേശം ഒരു 5:45 സമയമായി, 5:45 മണിയായി. ഇനിയിപ്പോൾ കോട്ടും ഒക്കെ വലിച്ചു കയറ്റി പോകുന്ന കാര്യമാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഇതിനിടയ്ക്ക് നമ്മുടെ ബെല്ലക്കുട്ടൻ്റെ ബെൽറ്റ് നമ്മളൊന്ന് മാറിയായിരുന്നു കേട്ടാ. ഞാൻ ഇപ്പം കാണിച്ചു തരാം. വേണ്ട, ആശാൻ്റെ ഓട്ടം അവൻ്റെ കഴുത്തേലെ ബെൽറ്റേ കണ്ട. ഇത് ഏറ്റവും വലിയൊരു കോമഡി എന്ന് പറഞ്ഞാലേ, ഇവൻ്റെ ബെൽറ്റ് നമ്മൾ കുളിക്കുന്ന സമയത്ത് അഴിച്ചു വെച്ചായിരുന്നു. മറ്റേ നേരത്തെ ഉണ്ടായിരുന്നൊരു ചുമന്ന ബെൽറ്റ്. അപ്പോൾ അത് അഴിച്ചു വെച്ചപ്പോൾ ആശാൻ എന്ത് ചെയ്യുന്നറിയാമോ, ഇത് കംപ്ലീറ്റ് കാടിച്ച് അതിൻ്റെ ക്ലിപ്പൊക്കെ കാടിച്ച് പൊട്ടിച്ച് റെഡിയാക്കി വെച്ചിരുന്നു. എന്ത് ചെയ്തിട്ടെന്തോ ആകെപ്പാടെ ഇവനെ ഏകദേശം ഒരു 4 മണി സമയം വരെ ബെൽറ്റ് ഇല്ലാതെ അങ്ങനെ നടത്തി. ബെൽറ്റില്ലാതെ നടത്തിയ ആശാൻ ഒരു ചെറിയ കുഴപ്പമുള്ളത്, നമ്മുടെ കൈ കിട്ടത്തില്ല. എങ്ങനെങ്കിലും പിടിച്ച് എവിടെയെങ്കിലും കെട്ടിയിടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കത്തില്ല. അപ്പം അങ്ങനെ ബെൽറ്റ് ഇല്ലാതിരിക്കായിരുന്നു. പിന്നെ ഞാൻ പോയി ബെല്ലക്കൊണ്ടൊരു ബെൽറ്റൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. കണ്ടില്ലേ, ആ ബെൽറ്റ് ദാ ഈ കിടക്കുന്നത്. ആശാൻ കടിച്ച് പൊട്ടിച്ച ബെൽറ്റാണ് ദാ ഈ കിടക്കുന്നത്. മാറടാ, നിന്റെ 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 കുസൃതിയാന്ന് കാണിക്കട്ടെ. എന്നിട്ട് മാറിക്ക്. കണ്ട കണ്ട, അവൻ കടിച്ച് പൊട്ടിച്ച് റെഡി ആക്കിയിട്ടിരിക്കുക ബെൽറ്റ്. അയ്യോ, നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ, കുസൃതി. അപ്പൊ ഇനി എന്തായാലും ഞാൻ കോട്ട് വിട്ടിട്ട് അമ്പലത്തിൽ പോയിട്ട് വരാം. ബാക്കിയുള്ള കാഴ്ചകൾ അമ്പലത്തിൽ നിന്ന് വന്നിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാം. അങ്ങനെ ഞാൻ നേരെ അമ്പലമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. കിടുക്കാച്ചി മഴയെന്നും പറഞ്ഞ പോലെ കിടുക്കാച്ചി മഴ കണ്ടില്ലേ. ഞാൻ മൊത്തം നനഞ്ഞ് എൻ്റെ ഊപ്പാട് വന്ന് ഒരു നിവൃത്തിയില്ല. അയ്യോ, നനഞ്ഞൊലിച്ച് ഊപ്പാട് വന്ന വീട്ടിൽ വന്നേ. പിന്നെ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിനിപ്പം നല്ല ഒന്നാന്തരം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഒന്നാന്തരം ബ്രേക്ക്ഫാസ്റ്റാണ്. ഞാൻ കാണിച്ചുതരാം. പിന്നെ അത് തന്നെയല്ല, പിന്നെ വേറൊരു കാര്യമുള്ളത്, രാവിലെ നമുക്കൊരു 5:15 ആയപ്പോഴത്തേനും കറണ്ട് പോയതാണ്. 5:45 ആയപ്പോൾ കാരണം രാവിലെ ഞാൻ ഇറങ്ങാൻ സമയത്ത് കറണ്ട് ഉണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് കറണ്ട് പോയത്. 5:45 ആയപ്പോൾ കറണ്ട് പോയി. ഇതുവരെയും കറണ്ട് വന്നിട്ടില്ല. താഴെ നമ്മുടെ താഴെ ഒരു ട്രാൻസ്ഫോർമർ ഉണ്ട്. അതിൽ വെടി പൊട്ടുന്നുള്ളൊരു സൗണ്ട് കേട്ടു. എന്തോ സംഭവം എന്നൊന്നും അറിയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നത് വല്ല ഓലമടലോ എന്തെങ്കിലും സാധനങ്ങൾ വീണിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടായിരിക്കും അത്രയും സൗണ്ട് കേട്ടത്. ഈ ഏതെങ്കിലും ലൈനിൽ ഇനിയിപ്പോൾ ഈ മഴയും പിടിച്ചോണ്ട് ഇലക്ട്രിസിറ്റി ബോർഡുകാർ ഇനി ഇവിടെല്ലാം ഈ ദേശമായ ദേശം മൊത്തം തപ്പി നടക്കണം, എന്തുവാ വീണേന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതൊക്കെ എടുത്ത് മാറ്റി ലൈനൊക്കെ ശരിയാക്കി വരുമ്പോഴത്തേനും മിക്കവാറും വൈകുന്നേരമെങ്കിലും ആവും. വൈകിട്ടെങ്കിലും വന്ന ഭാഗ്യം. അപ്പോൾ ഇനി എനിക്ക് നല്ല വിശക്കുന്നു. ഞാൻ വന്ന ഉടനെ കയറി ഞാൻ കുളിച്ച്. കാരണം എന്നറിയാം, മൊത്തം നനഞ്ഞൊലിച്ചാണ് വന്നേ. ഡ്രസ്സൊക്കെ മാറിയിട്ട് നേരെ കയറി ഞാൻ കുളിച്ച് ഫ്രഷായി. ഇനിയിപ്പോൾ നേരെ പോയി കാപ്പി കുടിക്കാം. നല്ല വിശം. നമുക്കിന്ന് അവൾ എന്തൊക്കെയാണ് കാപ്പിക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇഡലിയും അടിപൊളി, നല്ല 1ാം ക്ലാസ് വറുത്തരച്ച കറി. സൂപ്പർ, കൊള്ളാം, അടിപൊളി സംഭവം. കണ്ടാൽ തന്നെ കൂട്ടാൻ തോന്നും കേട്ടാ. നീ കൂട്ടി കഴിയുമ്പോഴേ അറിയത്തുള്ളൂ ഇതെങ്ങനെ ഉണ്ടെന്നുള്ളത്. അപ്പം ഞാൻ എന്തായാലും പെട്ടെന്ന് ഒരു പ്ലേറ്റ് എടുത്തോണ്ട് വിശക്കുന്നു. അയ്യോ, നല്ല വിശപ്പ്. ഇനിയിപ്പം കഴിച്ചിട്ട് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. കാരണം ഈ മഴയും പിടിച്ചിട്ട് എങ്ങോട്ട് പോകാൻ. കഴിച്ചിട്ട് ഇവിടെ ഇങ്ങനെ കുത്തിയിരിക്കുക. പിന്നെ കുറച്ച് ജോലിയുണ്ട്, കുറച്ച് പരിപാടികൾ, വീട്ടിലെ തന്നെ കുറച്ച് പരിപാടികളുണ്ട്. നമ്മുടെ ബെല്ലക്കുട്ടനുണ്ടാ ഇവിടെ വന്ന് കിടപ്പായി. ആരടാ എന്നെ ഉണർത്തിയത് എന്നുള്ള ചോദ്യത്തിൽ ആശാന്റെ കിടപ്പ്. തണ്ടടേ. അപ്പം ഞാനെന്നാ ആദ്യം കാപ്പി കുടിച്ചിട്ട്. അയ്യോ, എൻ്റെ ഒരു ഇപ്പോഴത്തെ ടാർജറ്റ് എന്ന് പറയുന്നത് 4 ഇഡലിയാണ്. അത്രയേ ഉള്ളൂ. നല്ല സൂപ്പർ വറുത്തരച്ച കറി.
സൂപ്പർ എന്നൊക്കെ കണ്ടാൽ തോന്നും. ഇനി ഞാൻ കൂട്ടി നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്നുള്ളത്. കൂട്ടിയിട്ട് പറയാം. അയ്യോ, അടിപൊളി. കിടക്കാച്ചി സൂപ്പർ, അടിപൊളി വറുത്തരച്ചടി. ഡൽഹിയും കൊള്ളാം, വറുത്തരച്ചറിയും കൊള്ളാം. എനിക്ക് ഈ വറുത്തരച്ചറിക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പുളി ചേർത്തുണ്ടാക്കിയ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുളിയും ഉപ്പും പ്രധാനമാണ്, അല്ലെങ്കിൽ വറുത്തരച്ചറി അത്രയും കൊള്ളത്തില്ല. അപ്പം ഞാൻ എന്തായാലും കഴിച്ചു തീർന്നിട്ട് ബാക്കി നമുക്ക് കാണിച്ചു തരാം. അങ്ങനെ 2 ദിവസമായിട്ട് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല. ഞാൻ അപ്പോൾ ഇപ്പം ഞായറാഴ്ചയായി, വെള്ളിയാഴ്ച അമ്പലത്തിൽ പോകുന്നതിന് മുമ്പും അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് ഓരോ വീഡിയോ എടുത്താണ്. അത് കഴിഞ്ഞപ്പോഴത്തേനും ഓരോരോ ആശുപത്രി കേസുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു. അപ്പോൾ എന്തായാലും ഇന്നിപ്പം ഞാൻ ഞായറാഴ്ച രാവിലെ നേരെ അമ്പലത്തിൽ വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് വെച്ചു. അമ്പലത്തിൽ ശരിക്കും പൂജയ്ക്ക് പോകല്ല, തൊഴാൻ വേണ്ടിയിട്ട് പോവാം, നമ്മുടെ ഗാന്ധാരിയമ്മൻ ക്ഷേത്രത്തിൽ. അപ്പോൾ നമുക്ക് നേരെ അമ്പലത്തിൽ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊന്ന് കാണാം. അങ്ങനെ ഞങ്ങൾ ഗാന്ധാരിയമ്മൻ ക്ഷേത്രത്തിൻ്റെ അവിടെ എത്തി. ഇത് ശരിക്കും പറഞ്ഞാൽ സെക്രട്ടേറിയറ്റിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് കേട്ടോ. ഇവിടെ ഞങ്ങൾ വരാനുള്ള പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ കുറേ വഴിപാടുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ മാത്രമല്ല, കുറേ ക്ഷേത്രങ്ങളിൽ ഈ ആശുപത്രി കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുറേ പ്രശ്നങ്ങളായപ്പോൾ കുറേ വഴിപാടുകൾ ഇവൾ നേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വഴിപാടുകളൊക്കെ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഇറങ്ങിയതാ. ഇന്നിപ്പോൾ ഇവിടെ മാത്രമേ വരാൻ പറ്റുമെന്നാ തോന്നുന്നത്. ഇനിയിപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഇവിടെ കയറി തൊഴുതിട്ട് വേണം പോകാനായിട്ട്. ഇനിയിപ്പോൾ നമുക്ക് ക്ഷേത്രത്തിൽ കയറി തൊഴുതിട്ട് ബാക്കി കാര്യം. അയ്യോ, അങ്ങനെ ഗാന്ധാരിയമ്മൻ ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് വന്ന് വീട്ടിലെത്തി. ഇനിയിപ്പോൾ ഇഡ്ഡലി കഴിക്കണം. വേണ്ടേ, ഇന്ന് ഇഡ്ഡലി സാമ്പാർ കണ്ടില്ലേ. ഇനിയിപ്പോൾ ഇഡ്ഡലിയൊക്കെ കഴിച്ചിട്ട് കുറേ ജോലിയുണ്ട് കേട്ടോ. ജോലിയല്ല, ഒരു ചെറിയ യാത്ര ഞങ്ങൾക്ക് പിന്നെ കുമാരപുരം വരെ പോകണം. യാത്രയുടെ വിശേഷങ്ങൾ ഞാൻ പറ്റുവാണെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ LS JD ഇന്നത്തെ വീഡിയോ ഇവിടെ ചേർത്തുന്നു. എല്ലാവർക്കും ബൈ.